ഹലോ എല്ലാവർക്കും നമസ്കാരം. BG's ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, പദശുദ്ധിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പദശുദ്ധി നമ്മുടെ പാർട്ട് 6 നമ്മൾ ഇന്ന് സെറ്റ് ആക്കാനായിട്ട് പോവാണ്. അതായത് ആറാമത്തെ പാർട്ട്, പദശുദ്ധിയുടെ ആറാമത്തെ പാർട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. കഴിഞ്ഞ 5 പാർട്ടിലായിട്ട് നമ്മൾ പല വാക്കുകൾ നമ്മൾ പദശുദ്ധിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്താണ്? പാർട്ട് 6ലേക്കാണ് അല്ലെ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ ഇന്ന് പഠിക്കും. ഇത് നമ്മളുടെ പദശുദ്ധിയുടെ ലാസ്റ്റ് പാർട്ടാണ്. 6 പാർട്ടാണ് പദശുദ്ധി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ നേരെ കിടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറയുകയാണ് മക്കളെ, അതായത് എന്താണ് നമ്മുടെ പദശുദ്ധി ഇപ്പൊ ഏതായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണല്ലോ. അപ്പൊ ഞാൻ പദശുദ്ധിയുടെ ഫുൾ ടോപ്പിക്കും കോൺസെപ്റ്റും വെച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് ഒരു 1 ഷോട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പൊ ആ 1 ഷോട്ട് വീഡിയോയിൽ മുഴുവൻ പദശുദ്ധിയിലെ എല്ലാ വാക്കുകളും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പൊ അതുകൂടി നിങ്ങൾ കാണുക. അത് നിങ്ങൾ എങ്ങനെയാണ് ഈ 6 പാർട്ട് കണ്ടു കഴിഞ്ഞ് ഒരു റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 1 ഷോട്ട് ഉപയോഗിച്ചാൽ അത് നല്ലതായിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന പദശുദ്ധിയിലെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് സദാ എന്നൊരു വാക്കാണ്. അപ്പൊ എന്താ സദാ? സദാ എന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സദാകാലവും എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പദമാണ്. സദാകാലവും എന്നൊരു വാക്ക് നമ്മുടെ അത് തെറ്റാണ്. കാരണം എടാ, സദാ എന്ന് പറഞ്ഞാൽ എക്കാലവും എന്നാണ് അർത്ഥം. നമുക്ക് സദാ അല്ലെങ്കിൽ അതിനു പകരം നമുക്ക് എക്കാലവും എന്ന് ഉപയോഗിക്കാം. മനസ്സിലായോ? സദാ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് പകരം എക്കാലവും എന്ന് ഉപയോഗിക്കാം. അപ്പൊ സദാകാലവും എന്ന പദം എന്താണ്? തെറ്റാണ്. ഒന്നെങ്കിൽ സദാ അല്ലെങ്കിൽ എക്കാലവും. സദാകാലവും തെറ്റാണ്. റെഡിയാണല്ലോ? തെറ്റ്. അടുത്ത രണ്ടാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? സർവതോമുഖം. അപ്പൊ എങ്ങനെയാണ് സർവതോമുഖം എന്ന വാക്ക് എഴുതുന്നത്? സർവതോമുഖം, സർവതോമുഖം. ഇങ്ങനെയാണ് സർവതോമുഖം എന്ന വാക്ക് കൃത്യമായി നമ്മൾ എഴുതുന്നത്. നോക്കിയോളൂ, സർവതോമുഖം, സർവതോമുഖം. അടുത്ത വാക്ക് നോക്കൂ, നമ്മുടെ മൂന്നാമത്തെ വാക്ക് നോക്കൂ. എന്താണ്? സാൻമാർഗികം. എടാ, എന്താണ് സാൻമാർഗികം എന്ന് പറഞ്ഞാൽ? എടാ, നമ്മൾ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാൻമാർഗികം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സാൻമാർഗികം എന്ന് എഴുതുന്നത്? സാൻമാർഗികം, സാൻമാർഗികം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാൻമാർഗികം എന്ന് എഴുതുന്നത്. ഈ സാൻമാർഗികം എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാൻമാർഗികം അല്ലെ? സാൻമാർഗികം പ്രവർത്തിച്ചു, നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന അർത്ഥമാണ് ആ വാക്കിന് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നാലാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണ്. നാലാമത്തെ വാക്ക് സാമുദായികം. ശരിയായിട്ടുള്ള വാക്ക് എന്താണ്? സാമുദായികമാണ് ശരിയായിട്ടുള്ള പദം. സാമുദായികം, സാമുദായികം. അപ്പൊ സാമുദായികം എന്ന പദം എന്താണ്? വളരെയധികം ശരിയായിട്ടുള്ള ഒരു പദമാണ് സാമുദായികം. ഇങ്ങനെയാണ് ആ പദം എഴുതേണ്ടത്. സെറ്റ് അല്ലേ? അഞ്ചാമത്തെ വാക്കിലേക്ക് കിടക്കാം. സമ്രാട്ട്. നമ്മൾ പറയാറുണ്ട് സാമ്രാട്ട്. തെറ്റാണ്. സാമ്രാട്ട് എന്നൊരു വാക്കില്ല, പകരം ഏതാണ്? സമ്രാട്ടാണ്. എടാ, അപ്പൊ നോക്കൂ, സമ്രാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന അർത്ഥം വരുന്നതാണ് സമ്രാട്ട്. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്രാജ്യത്തിന്റെ അധിപൻ, സാമ്രാജ്യത്തിന്റെ അധിപൻ, സാമ്രാജ്യത്തിന്റെ അധിപൻ. അപ്പൊ സാമ്രാജ്യത്തിന്റെ അധിപനാണ് ആര്? സമ്രാട്ട്. സാമ്രാട്ട് തെറ്റാണ്. ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? സമ്രാട്ടാണ് ശരിയായിട്ടുള്ള വാക്ക് എന്നുള്ളത് എല്ലാവരും പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത വാക്കാണ്, നമ്മുടെ ആറാമത്തെ വാക്കാണ് സാമ്പത്തികമായ. അടുത്ത വാക്ക് ഏതാണ്? സാമ്പത്തികമായ. സാമ്പത്തികമായ പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ സാമ്പത്തികമായ കാരണങ്ങളാൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ശരിയാണ്. സാമ്പത്തികമായ എന്ന് നമ്മൾ പറയാറുണ്ട്. സാമ്പത്തികമായ. അടുത്ത വാക്ക് നോക്കാം. ഏഴാമത്തെ വാക്ക് നോക്കൂ, സ്രഷ്ടാവ്. അതായത് നമ്മൾ പറയാറുണ്ട് സൃഷ്ടാവ്. നമ്മൾ പലപ്പോഴും സൃ ആണ് ഉപയോഗിക്കുന്നത്. ഈ സൃ എന്ന് പറയുന്ന പദം തെറ്റാണ്.
സൃഷ്ടാവ് എന്നൊരു വാക്കില്ല, പകരം ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? സ്രഷ്ടാവാണ്. നോക്കൂ, സ്രഷ്ടാവ്, ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. സ്രഷ്ടാവ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്ക്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ എട്ടാമത്തെ വാക്കിലേക്ക് കിടക്കാം. എട്ടാമത്തെ വാക്ക് സ്വതേ. സ്വതേ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടു മുതലേ എന്ന അർത്ഥമാണ്. സ്വതേ, പണ്ടു മുതലേ എന്ന അർത്ഥമാണ് എന്ത് വരുന്നത്? സ്വതേ. അപ്പൊ സ്വതേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതേ, സ്വതേ എന്ന് പറഞ്ഞാൽ പണ്ടു മുതലേ, പണ്ടു മുതലേ, പണ്ടു മുതലേ എന്ന അർത്ഥമാണ് സ്വതേ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്വതേ എന്ന വാക്ക് എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമല്ലോ? ഇതാണ് ശരിയായിട്ടുള്ള പദം. അടുത്തതാണ് ഹാർദം, അല്ലെ? ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറയും ഹാർദമായ സ്വാഗതം എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ നമ്മൾ എന്താണ് എപ്പോഴും പൊതുപരിപാടികളിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഹാർദവമായ സ്വാഗതം, അല്ലെ? എല്ലാ കുട്ടികൾക്കും അല്ലെ വിജീസ് ലെക്ചറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ശരിക്കും അവിടെ ആ ഹാർദവം തെറ്റാണ്. നമ്മളത് അറിയാതെ അങ്ങ് പറഞ്ഞു പോകും, അല്ലെ? നമ്മൾ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. പക്ഷെ തെറ്റാണ്. ഹാർദവം എന്നൊരു വാക്കില്ല, പകരം ഏതാണ് വാക്ക്? പറഞ്ഞോളൂ. ഹാർദമാണ്. അപ്പൊ ഒമ്പതാമത്തെ വാക്ക് ഹാർദം. അപ്പൊ ഹാർദം എന്ന വാക്കാണ് ശരിയായിട്ടുള്ള പദം. ഹാർദമാണ് ശരി, ഹാർദവം തെറ്റാണ്. ശരിയായിട്ടുള്ള പദം ഏതാണ്? ഹാർദം എന്ന പദമാണ് മക്കളെ ശരി. സെറ്റല്ലേ? റെഡി ആവണം. അടുത്ത പത്താമത്തെ പദം നോക്കൂ, ധാർഷ്ട്യം. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം, അല്ലെ? അഹങ്കാരം എന്ന അർത്ഥമാണ് ധാർഷ്ട്യം. ധാർഷ്ട്യം, ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ധാർഷ്ട്യം എന്ന പദം നമ്മൾ ഉച്ചരിക്കുന്നത്. സെറ്റ് ആണല്ലോ? അപ്പൊ ഈ 10 പദങ്ങൾ റെഡി ആയല്ലോ? രണ്ട് സ്ലൈഡുകളിലായിട്ട് 10 പദങ്ങൾ നമ്മൾ പഠിച്ചു. സെറ്റ് ആക്കുക. 11ാമത്തെ പദത്തിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, ഉദ്ഗ്രഥിതം. അപ്പൊ എങ്ങനെയാണ് ഉദ്ഗ്രഥിതം എന്ന് നമ്മൾ എഴുതുന്നത്? ഈ ദായാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഉദ്ഗ്രഥിതം, ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ LP ക്ലാസ്സുകളിൽ 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ ഉദ്ഗ്രഥിതം ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെ? അപ്പൊ ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ അതൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ട് LP ക്ലാസ്സുകളിൽ. അതായത് ഏകോപിപ്പിച്ചത് എന്നാണ് അർത്ഥം. ഉദ്ഗ്രഥിതത്തിന്റെ അർത്ഥം എന്താണ്? ഏകോപിപ്പിച്ചത്. ഏകോപിപ്പിച്ചത് എന്ന അർത്ഥമാണ് ഉദ്ഗ്രഥിതത്തിനുള്ളത്. അപ്പൊ ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിച്ചത്. ഏകോപിപ്പിച്ചത്. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകോപിപ്പിച്ചത്. 12ാമത്തെ പദം നോക്കൂ. 12ാമത്തെ പദം എന്താണ്? സ്ഫുടം എന്നാണ് അർത്ഥം. നോക്കൂ, സ്ഫുടം. സ്ഫുടം. 12ാമത്തെ പദം ഏതാണ്? സ്ഫുടം എന്ന പദമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു പദമാണ് സ്ഫുടം. കാരണം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് വന്നിട്ടുള്ള ഒരു പദമാണ് സ്ഫുടം. അപ്പൊ സ്ഫുടം എന്ന പദം നമ്മൾ പഠിച്ചു. അടുത്ത 13ാമത്തെ പദത്തിലേക്ക് നോക്കൂ, പ്രവൃത്തി. നമ്മൾ പറയുമ്പോൾ എന്താണ്? പ്രവർത്തിയാണ്. പക്ഷെ അത് തെറ്റാണ്. പ്രവൃത്തി എന്നൊരു പദമില്ല, പകരം ശരിയായിട്ടുള്ള പദം ഏതാണ്? പ്രവൃത്തിയാണ് ശരിയായിട്ടുള്ള പദം. തെറ്റായിട്ടുള്ള പദം ഏതാണ്? നമ്മൾ പലരും പറയുന്നത് എന്താണ്? പ്രവൃത്തി. പ്രവൃത്തി തെറ്റാ. ഈ പ്രവൃത്തി എന്നൊരു പദമൊന്നും ഇല്ല. ശരിയായിട്ടുള്ള പദം ഏതാണ്? ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയാണ്. സെറ്റ് അല്ലേ? റെഡി. അപ്പൊ അത് ഓർത്ത് വെച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14ാമത്തെ പദത്തിലേക്ക് ഞാൻ വേഗം പോകുമ്പോൾ 14ാമത്തെ പദമാണ് കല്യാണം. കല്യാണം എന്ന് എഴുതുമ്പോൾ നോക്കൂ, കല്യാണം ദാ ഇങ്ങനെയാണ് കല്യാണം എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഈ കല്യാണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ എന്ന അർത്ഥം വരുന്ന വാക്കാണ് കല്യാണം. കല്യാണം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം ഭവിക്കട്ടെ എന്നാണ്. എന്താണ്? മംഗളം. മംഗളം ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ കല്യാണം എന്ന പദം നമ്മൾ ഉച്ചരിക്കുന്നത്. 15ാമത്തെ പദമാണ് സന്യാസി. നോക്കൂ, സന്യാസി എന്ന പദം നമ്മൾ പിരിച്ചെഴുതുമ്പോൾ സം പ്ലസ് നാസി ആണ് സന്യാസി, അല്ലെ? നോക്കൂ, സന്യാസി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സം പ്ലസ് നാസി ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പിരിക്കുമ്പോൾ സം പ്ലസ് നാസി, അതായത് എന്താണ്? സം, എല്ലാം. സം എന്ന് പറഞ്ഞാൽ എല്ലാം. എല്ലാം എന്താണ്? ഉപേക്ഷിച്ചവൻ. അതാണ് നമ്മുടെ സന്യാസി എന്ന വാക്കിന്റെ അർത്ഥം. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഉപേക്ഷിച്ചവൻ എന്ന അർത്ഥമാണ്. എല്ലാം ഉപേക്ഷിച്ചവൻ. അപ്പൊ എല്ലാം ഉപേക്ഷിച്ചവൻ എന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്. സന്യാസി എന്ന വാക്കിന് വരുന്നത് എല്ലാം ഉപേക്ഷിച്ചവൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് സന്യാസി. അടുത്ത നോക്കൂ,
അടുത്ത വാക്ക് അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ എന്ന് പറയുമ്പോ നമ്മൾ അത് എത്രാമത്തെ പദമാണ്? ഐ തിങ്ക് 16 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 16ാമത്തെ പദം നോക്കൂ, അനുഗ്രഹീതൻ. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുക ഇതാണ് ശരിയായിട്ടുള്ള അനുഗ്രഹ ആണെന്ന്. തെറ്റാണ്. അനുഗ്രഹ ആണ്. അപ്പൊ അനുഗ്രഹീതൻ എന്ന് നമ്മൾ എഴുതുമ്പോൾ നോക്കണേ, പ്രീവിയസ് ഇയർ ആണ്. അനുഗ്രഹീതൻ ഇതാണ് ശരിയായിട്ടുള്ള പദം. അപ്പൊ ശരിയായിട്ടുള്ള പദം സെറ്റായോ? ശരിയായിട്ടുള്ള പദം സെറ്റായോ? ഏതാണ് ശരിയായിട്ടുള്ള പദം? ഇതാണ് ശരിയായിട്ടുള്ള പദം. അനുഗ്രഹീതനാണ്. സെറ്റ് അല്ലേ? റെഡി 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 റെഡി. അപ്പൊ അനുഗ്രഹീതൻ സെറ്റായി. അടുത്ത നോക്കൂ, അടുത്ത 17ാമത്തെ പദമാണ് ദിഗ്വിജയ്. ദിഗ്വിജയ് എന്ന പദം നമ്മൾ എങ്ങനെ എഴുതുന്നത്? എടാ, പിരിക്കുമ്പോഴ് ദിക്ക് പ്ലസ് വിജയ് ആണ്. ദിക്ക് പ്ലസ് വിജയ് ചേരുമ്പോഴാണ് ദിഗ്വിജയ്. അതായത് ദിഗ്വിജയ് എന്ന് നമ്മൾ ഇങ്ങനെയാണ് ദിഗ്വിജയ് എന്ന് നമ്മൾ എഴുതുന്നത്. റെഡി ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ദിഗ്വിജയ് ദിഗ്വിജയ് ദിഗ്വിജയ്. റെഡി അല്ലേ? അടുത്ത് നോക്കൂ, 18ാമത്തെ പദം പ്രബന്ധമാണ്. പ്രബന്ധം എന്ന് നമ്മള് പ്രബന്ധം. ഇങ്ങനെയാണ് നമ്മൾ പ്രബന്ധം എന്ന് കൃത്യമായി ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? യെസ്, വെരി ഗുഡ്. പ്രബന്ധം എന്ന് എഴുതുന്നത് പഠിച്ചോ? അപ്പൊ പ്രബന്ധം എന്ന് എഴുതാനും പഠിച്ചു. അടുത്ത 19ാമത്തെ വാക്ക് നോക്കോളൂ, ഗ്രന്ഥം അല്ലെ? പ്രബന്ധത്തിന് ശേഷം നമ്മൾ പഠിക്കുന്ന 19ാമത്തെ വാക്കാണ് മക്കളെ ഗ്രന്ഥം. എടാ, ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥശാലയുണ്ട്. എന്താണ്? പുസ്തകമാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകമാണ്. അപ്പൊ ഗ്രന്ഥം എന്ന് നമ്മൾ എങ്ങനെ എഴുതും? ഗ്രന്ഥം എന്ന് നമ്മൾ ഇങ്ങനെയാണ്. ഇതാണ് ഗ്രന്ഥം. ഗ്രന്ഥത്തിന്റെ അർത്ഥം എന്താണ്? പുസ്തകം എന്ന അർത്ഥമാണ് അല്ലെ? ഗ്രന്ഥശാല അല്ലെ? നമ്മുടെ നാട്ടിൻപുറത്തിലൊക്കെ ഗ്രന്ഥശാലയുണ്ട്, പുസ്തകശാലയുണ്ട്. അപ്പൊ ഗ്രന്ഥം, പുസ്തകം. 20ാമത്തെ പദത്തിലേക്ക് കിടക്കാം. 20ാമത്തെ പദം നോക്കൂ, നമ്മൾ പറയാറുണ്ട് 20ാമത്തെ പദം നമുക്ക് ഇവിടെ പറയാം അല്ലെ? നമുക്ക് ഇവിടെ പറയാം. 20ാമത്തെ പദം നമുക്ക് ഇവിടെ പറയാം. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഭദ്രദീപം എന്താണ്? തെളിയിക്കുക അല്ലെ? പറയാറുണ്ട് ഭദ്രദീപം തെളിയിക്കുന്നതിനായി അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. തെറ്റാണ്. തെളിയിക്കുക എന്നൊരു വാക്കില്ല. പകരം എന്താണ്? ഭദ്രദീപം തെളിക്കുക. ഇതാണ് ഭദ്രദീപം തെളിക്കുക എന്ന പദമാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഭദ്രദീപം തെളിക്കുക. ഭദ്രദീപം എന്താ ചെയ്യുക? തെളിക്കുകയാണ്. തെളിക്കുക. അപ്പൊ തെളിയിക്കുക തെറ്റായിട്ടുള്ള പദമാണ്. ഭദ്രദീപം എന്താ ചെയ്യുന്നത്? തെളിക്കുകയാണ്. തെളിയിക്കുക തെറ്റ്. ശരിയായിട്ടുള്ളത് ഏതാണ്? തെളിക്കുക. അടുത്ത നോക്കൂ, ഭഗവത്ഗീത. എങ്ങനെയാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് നമ്മൾ എഴുതുന്നത്? നോക്കൂ, ഭഗവത് ഗീത. പലരും ഇങ്ങനെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. ഭഗവത്ഗീത ഇങ്ങനെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. ഇത് തെറ്റാണ്. അല്ല അവിടെ വരുന്നത്, ആണ് വരുന്നത്. അപ്പൊ ഭഗവത്ഗീതയാണ്. അപ്പൊ ശരിയായിട്ടുള്ള പദം ഏതാണ്? ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. റെഡിയാണല്ലോ? അടുത്ത 22ാമത്തെ പദത്തിലേക്ക് വരികയാണ്. 22ാമത്തെ പദം എന്ന് പറയുന്നത് നോക്കൂ, എന്താണ്? ഭാരോദ്വഹനം. ഭാരോദ്വഹനം എന്ന് പറഞ്ഞാല് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയാറില്ലേ? അതേ സംഭവം തന്നെയാണ് ഭാരോദ്വഹനം. നോക്കോളൂ, ഭാരോദ്വഹനം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഭാരോദ്വഹനം എന്ന് എഴുതുന്നത്. ഈ ഭാരോദ്വഹനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന അർത്ഥമാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന അർത്ഥമാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അതിന്റെ മലയാള പദമാണ് എന്താ? ഭാരോദ്വഹനം. ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. അടുത്ത നോക്കൂ, 23ാമത്തെ പദത്തിലേക്ക് വരുമ്പോൾ 23ാമത്തെ പദം ഭീഷ്മർ എന്ന പദമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഭീഷ്മർ എന്ന പദം എഴുതുന്നത്? നോക്കൂ, ഭീഷ്മർ അല്ലെ? വലിയ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പദമാണ് ഭീഷ്മർ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഭീഷ്മർ എന്ന് നമ്മൾ എഴുതുന്നത്. റെഡി ആണല്ലോ? റെഡി. അപ്പൊ അടുത്ത നോക്കൂ, 24ാമത്തെ പദത്തിലേക്ക് വേഗം നമുക്ക് കിടക്കാം. 24ാമത്തെ പദം ഭൗതികമാണ്. ഭൗതികം എന്ന് നമുക്ക് ഭൗതികം. റെഡിയാണല്ലോ? അപ്പൊ ആ പദവും നമ്മൾ പഠിച്ചു. ഭൗതികം എന്ന പദം പഠിച്ചു. ഇനി അടുത്ത് നോക്കൂ, മലയാളിത്തം. ഇപ്പൊ സംശയം നിങ്ങൾക്ക് വരും, മലയാളിത്വം ആണോ മലയാളിത്തം ആണോ അല്ലെ? രണ്ട് സംശയങ്ങളാണ് വരുന്നത്. ത്വം മലയാളിത്തം ആണോ? അപ്പൊ നോക്കൂ, നമ്മള് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്ത ഒരുപാട് പദങ്ങളുണ്ട്. അങ്ങനെയുള്ള പദങ്ങളിലാണ് നമ്മൾ അവസാനം ത്വം ഉപയോഗിക്കുന്നത്.
അതല്ലാത്ത മലയാളം പദങ്ങളിൽ നമ്മൾ ഒരിക്കലും ത്വം ഉപയോഗിക്കത്തില്ല, നമ്മൾ തം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മലയാളി എന്ന് പറയുന്നത് മലയാള പദം തന്നെയാണ്. അപ്പൊ അവിടെ മലയാളി തം ആണ് ശരിയായിട്ടുള്ള പദം. മലയാളി തം ആണ് ശരിയായിട്ടുള്ള പദം. ശരിയാണല്ലോ? ഒരിക്കലും ഇത് മറക്കരുതേ. മലയാളിത്തം ആണ് ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത്. എല്ലാവരും കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. അടുത്തതാണ് മടയത്തം. മടയത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മടയന്റെ ഭാവം തെളിയിക്കുന്നത് മടയത്തം അല്ലെ? അപ്പൊ നോക്കൂ, മടയത്തം എന്ന വാക്ക് പഠിച്ചോ? അപ്പൊ മടയത്തം എന്ന് പറഞ്ഞാൽ മടയന്റെ ഭാവമാണ് മടയത്തം. 27ാമത്തെ പദം നോക്കൂ. മനസ്സ്. 27ാമത്തെ പദം ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ മനസ്സ് എന്ന പദം പഠിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതായത് നോക്കൂ, മനസ്സ് എന്ന് ഇങ്ങനെ കൃത്യമായി എഴുതുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. സ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഒരുപാട് വാക്കുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വേണേൽ പറയാം. സ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഈ സ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അല്ലെ? അപ്പൊ അത് മാറിപ്പോവാൻ പാടില്ല. സ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് സാറേ? അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സംശയം പറയും. ഞാൻ ഇപ്പൊ അത് പറഞ്ഞു തരാം. ഒന്നാമത് സ വരുന്ന അടുത്ത വാക്ക് നമുക്കപ്പൊ ഈ നമ്പർ തന്നെ ഫോളോ ചെയ്യാം. 28ാമത്തെ വാക്ക് നോക്കൂ. 28ാമത്തെ വാക്ക് അന്തസ്. അതായത് അന്തസ് എന്ന് എഴുതുമ്പോ രണ്ട് തരത്തിലുള്ള ഈ ഇന്തായാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അന്തസ്സിന് നമ്മൾ ഈ ഇന്തായ ഉപയോഗിക്കുന്നതെങ്കിൽ, അന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അന്തസ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം എന്നർത്ഥമാണ്. അപ്പൊ ഈ ഇന്തായ അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഈ വാക്കിന്റെ അർത്ഥം അവിടെ എന്തായിട്ട് മാറും? ഭക്ഷണം എന്നായിട്ട് മാറും. അപ്പൊ അന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമാണ്. ഇനി അല്ലാതെ നമ്മൾ പറയാറുണ്ട് എന്താണ്? നമ്മൾ ഇങ്ങനെ പൊതുവെ പറയാറുണ്ട്, നിനക്ക് അന്തസ്സുണ്ടോ അല്ലെ? ഇത് ചോദിക്കാൻ നിനക്ക് അന്തസ്സുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ അന്തസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഇന്തായാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അന്തസ് അല്ലെ? അപ്പൊ ഈ വാക്കിന്റെ ഈ അന്തസ്സിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മൾ അഭിമാനം എന്നൊരു അർത്ഥമാണ്. നിനക്ക് അഭിമാനമുണ്ടോ, അന്തസ്സുണ്ടോ എന്നുള്ളതിന് അഭിമാനം എന്ന അർത്ഥമാണ് അല്ലെ? ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന അടുത്ത വാക്കാണ് മക്കളെ തമസ്. എന്താണ്? തമസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി എന്ന പദമാണ്, രാത്രി എന്ന അർത്ഥമാണ്. തമസ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രി. ഇനി മറ്റൊരുണ്ട്, എന്താണ്? നഭസ്. നഭസ്. നഭസ് എന്നൊരു പദമുണ്ട്. എന്താണ്? നായും ഭായും കൂടെ ചേർന്ന് നഭസ്. എന്താണ്? നായും ഭായും കൂടെ ചേർന്നുള്ള പദമുണ്ട് നഭസ്. അപ്പൊ നഭസ് എന്ന പദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശം എന്നാണ്. ആകാശം. നഭസ് എന്ന് പറഞ്ഞാല് ആകാശം. പിന്നെ ഒന്നുകൂടി നമുക്ക് പറയാം. എന്താണ്? ഒന്നുകൂടി പറയാം. തപസ്. അതും ഇസ്സ വരുന്ന പദം തന്നെയാണ് അല്ലെ? അപ്പൊ അതുകൂടി നമുക്ക് ഇവിടെ കൊള്ളിക്കാം അല്ലെ? അപ്പം സ വരുന്ന പദങ്ങളെല്ലാം ഒരിടത്ത് കിടന്നോളൂ അല്ലെ? സ വരുന്ന പദങ്ങളെല്ലാം ഒരിടത്ത് അത് സെറ്റായി കിടന്നോളൂ. റെഡി ആണല്ലോ? അപ്പൊ 32ാമത്തെ പദമായിട്ട് നമുക്ക് പറയാം. എന്താണ്? തപസ്. റെഡി ആണല്ലോ? പിന്നെ നമുക്ക് മനസ്സ് ഓൾറെഡി പറയാം. അത് നമുക്ക് അറിയാവുന്ന വാക്കാണ്, ഞാൻ ഇവിടെ എഴുതുന്നില്ല. അപ്പൊ ഇതൊരു സെറ്റാണ്. അതായത് ഇതൊരു സെറ്റാണെന്ന് പറഞ്ഞാൽ ഇസ്സ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്, മാറിപ്പോകരുത്. അപ്പൊ അന്തസ് ഭക്ഷണം, ഈ അന്തസ് ആണെങ്കിൽ അത് അഭിമാനം എന്ന അർത്ഥമാണ്. തമസ്, നവസ്, തപസ് എല്ലാം ഓർത്തു വെക്കുക. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരുപാട് വാക്കുകളാണ്, മാറിപ്പോവരുത്. അതുവേണ്ടിയാണ് പറഞ്ഞു തന്നത്. അപ്പൊ അടുത്ത 33ാമത്തെ വാക്കിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. റെഡിയല്ലേ? 33ാമത്തെ വാക്കിലേക്ക് കിടക്കാം. സെറ്റാണോ? വേഗം പറയണേ, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കുകയാണെങ്കിൽ വേഗം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ ഷോട്ട് വീഡിയോ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞല്ലോ. ആ വൺ ഷോട്ട് വീഡിയോ നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഈ വാക്കുകൾ, പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക് സെറ്റ് ആവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. മാക്സിമം അത് ശ്രമിക്കാം. റെഡിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്താണ് അടുത്ത വാക്ക് 33ാമത്തെ പദം എന്താണ്? ഐക്യം എന്നൊരു പദം നമുക്ക് നോക്കാം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യം. ഇങ്ങനെയാണ് നമ്മൾ ഐക്യം എന്ന് എഴുതുന്നത്. അടുത്ത നോക്കൂ, 34ാമത്തെ പദം ഐച്ഛികം. ഐച്ഛികത്തിന് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, പദശുദ്ധിയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഐച്ഛികത്തിന് അച്ഛൻഡിച്ച വേണം. ഐച്ഛികം. ഇനി അടുത്ത നോക്കൂ, 35ാമത്തെ പദം നമ്മൾ പറയുന്നതാണ് ഓരോ കുട്ടിയും.
നമ്മൾ ചിലപ്പം പറയും ഓരോ കുട്ടികളും ഇവിടെ ശ്രദ്ധിച്ചേ എന്ന് പറയും. അത് തെറ്റാണ്. ഓരോ കുട്ടികളും എന്ന് നമ്മൾ പറയില്ല, അത് തെറ്റാണ്. ഓരോ കുട്ടിയും എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. എന്താണ്? ഓരോ കുട്ടിയും എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓരോ കുട്ടികളും എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. ഇനി അടുത്തതാണ് കണ്ണിണ. എടാ കണ്ണിണ എന്നൊരു വാക്കുണ്ട്, നോക്കൂ. കണ്ണിണ, കണ്ണിണ, കണ്ണിണ എന്നൊരു വാക്കുണ്ട്. പക്ഷെ കണ്ണിണകൾ തെറ്റാണ്. ഇങ്ങനെ ഒരു വാക്കില്ല, കണ്ണിണകൾ, കണ്ണിണകൾ. ചിലപ്പോ പാട്ടിനകത്തൊക്കെ കണ്ണിണകൾ എന്നുണ്ട്, അത് തെറ്റാ. അങ്ങനെ ഒരു പദമൊന്നും ഇല്ല, ഇത് തെറ്റാണ്. കണ്ണിണ എന്നൊരു വാക്കുണ്ട്, കണ്ണിണകൾ തെറ്റാണ്. അതോടൊപ്പം തന്നെ എന്താണ്, കവിത്രയം എന്നൊരു വാക്കുണ്ട്, നോക്കൂ. കവിത്രയം, കവിത്രയം എന്നൊരു വാക്കുണ്ട്. പക്ഷെ കവിത്രയങ്ങൾ തെറ്റാണ്. കവിത്രയങ്ങൾ എന്നൊരു പദമില്ല. കവിത്രയം എന്നൊരു പദം, യെസ് ഓഫ് കോഴ്സ്, കവിത്രയം എന്നൊരു പദമുണ്ട്. പക്ഷെ കവിത്രയങ്ങൾ എന്നൊരു പദം ഇല്ല, തെറ്റാണ് അത്. ഇനി അടുത്ത നോക്കൂ, 38ാം പദം. 38ാമത്തെ പദം ഏതാണ്? പതിവ്രത. എങ്ങനെയാണ് പതിവ്രത എന്ന് എഴുതുന്നത്? പതിവ്രത. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പതിവ്രത എന്ന് നമ്മൾ എഴുതുന്നത്. സെറ്റ് ആണല്ലോ. അടുത്ത നോക്കൂ, 39ാമത്തെ പദം. 39ാമത്തെ പദം നോക്കൂ, ഏതാണ്? കരസ്ഥം. നോക്കൂ, എങ്ങനെയാണ് കരസ്ഥം എന്ന് എഴുതുന്നത്? കരസ്ഥം. ഇങ്ങനെയാണ് നമ്മൾ കരസ്ഥം എന്ന് കൃത്യമായിട്ട് എന്താണ് നമ്മൾ എഴുതുന്നത്? ഇങ്ങനെയാണ് നമ്മൾ കരസ്ഥം എന്ന് എഴുതുന്നത്. കരസ്ഥം. നോക്കൂ, 40ാമത്തെ പദം ഏതാണ്? 40ാമത്തെ പദമാണ് ഗ്രഹസ്ഥൻ. ഗ്രഹസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാറുണ്ട് ഗ്രഹനാഥൻ, അല്ലെ? ഗ്രഹനാഥനെയാണ് നമ്മൾ ഗ്രഹസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രഹസ്ഥൻ എന്ന് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രഹസ്ഥൻ എന്ന് എഴുതുന്നത്. ഗ്രഹസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹനാഥനാണ് ഗ്രഹസ്ഥൻ എന്ന് പറയുന്നത്. ഗ്രഹനാഥനാണ് ഗ്രഹസ്ഥൻ, അല്ലെ? അപ്പൊ ഭാര്യ എന്ന അർത്ഥം വരുന്നത് ഗ്രഹണിയാണ്. ഗ്രഹിണി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഗ്രഹിണി. അപ്പൊ ഗ്രഹസ്ഥൻ, ഗ്രഹനാഥനെയാണ് നമ്മൾ ഗ്രഹസ്ഥൻ എന്ന് പറയുന്നത്. പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഗ്രഹിണിയാണ്, ഗ്രഹിണി. കേട്ടോ, ഓർത്തു വെക്കണേ. അപ്പൊ ആ വാക്കുകൾ നമ്മൾ സെറ്റ് ആക്കി. 41 വാക്കുകൾ നമ്മൾ ഇപ്പൊ പഠിച്ചു, റെഡിയായി, സെറ്റായി. അടുത്ത വാക്കിലേക്ക് നമ്മൾ പോകുന്നു. 42ാം വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ചിതൽ. ചിതൽ എന്ന് നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, ചിതൽ, ഇങ്ങനെയാണ് നമ്മൾ ചിതൽ എന്ന് എഴുതുന്നത്. അവിടെ ലായുടെ ആവശ്യമില്ല. അനാവശ്യമായിട്ട് നിങ്ങൾ ലാ ഉപയോഗിക്കരുത്. ലായുടെ ആവശ്യം അവിടെ വരുന്നുണ്ടോ? ലായുടെ ആവശ്യം അവിടെ വരുന്നില്ല. ചിതൽ, ഇങ്ങനെയാണ്, ഇല്ലാണ് അവിടെ വരുന്നത്. ഇനി അതുപോലൊപ്പം തന്നെ നമ്മൾ പറയാറുണ്ട് ചിലവ്. തെറ്റാണ്. ചിലവ് തെറ്റാണ്, ചെലവാണ്. എന്റെ ചിലവ്, ചെലവ്. അപ്പൊ ചെലവ് എന്നാണ് ശരിയായിട്ടുള്ള പദം. ചെലവ് ശരിയായിട്ടുള്ള പദമാണ്. ചിലവ് തെറ്റാണ്, ചെലവാണ് ശരിയായിട്ടുള്ള പദം. അപ്പൊ ശരിയായിട്ടുള്ള പദം ഏതാണ്? ചെലവാണ് ശരിയായിട്ടുള്ള പദം. ഏതാണ്? ചെലവ്. അടുത്ത ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് നിഘണ്ടു എന്ന പദം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് തവണ വന്നായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ 3 ടിക്ക് ഞാൻ കൊടുക്കുകയാണ്. കാരണം അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നിഘണ്ടു. റെഡിയല്ലേ? സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ 45ാമത്തെ പദത്തിലേക്ക് നമുക്ക് കിടക്കാം. മനഃപൂർവം. എങ്ങനെയാടാ മനഃപൂർവം എന്ന് എഴുതുന്നത്? നമുക്ക് 2 രീതിയിൽ മനഃപൂർവം എന്ന് എഴുതാം. ഒന്ന്, മനഃപൂർവം, അവിടെ ചേർത്തിട്ട് നമുക്ക് മനഃപൂർവം ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ എന്താണ്, കഴിഞ്ഞ് വിസർഗ ചിഹ്നം ഇട്ട് പൂർവം എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും ശരി. ഇത് ശരിയാണ്, അതോടൊപ്പം തന്നെ എന്താണ്, ഇതും ശരിയാണ്. അപ്പൊ മനഃപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ എഴുതാൻ സാധിക്കും എന്നുള്ള കാര്യം ഓരോ മക്കളും എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചു വെക്കണം. റെഡിയല്ലേ? അടുത്തതാണ് മക്കളെ 40 എത്രാമത്തെ വാക്കാണ്? 45 6ാമത്തെ വാക്ക്. 46ാമത്തെ വാക്ക് മടയൻ എന്ന് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മടയൻ എന്ന് എഴുതുന്നത്. 47ാമത്തെ വാക്ക് നോക്കൂ, മഹശക്തി. അതായത് മഹത്ത് പ്ലസ് ശക്തി എന്ന വാക്ക് കൂടി ചേരുമ്പോൾ, മഹത് പ്ലസ് ശക്തി എന്ന വാക്ക് കൂടി ചേരുമ്പോൾ ഈ ചേർന്ന് ഇച്ഛയായിട്ട് മാറി നമ്മുടെ വാക്ക് എന്താകും? വാക്ക് എങ്ങനെയാകും? വാക്ക് ഇങ്ങനെയാകും. നോക്കൂ, മഹശക്തി. അപ്പൊ നമ്മൾ അത് പിരിച്ചെഴുത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ആ മഹത്
ത് ച ചേർന്ന് ഇച്ചയാകുന്ന ഒരു റൂൾ ഉണ്ട്. നമ്മളത് അവിടെ പഠിക്കും, തിരിച്ചെഴുത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഓർത്ത് വെച്ചാൽ മതി, മഹച്ചക്തി എന്നൊരു വാക്കുണ്ട്. മഹച്ചക്തി, മഹച്ചക്തി അതായത് മഹച്ചക്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മഹത് പ്ലസ് ശക്തി ചേരുമ്പോഴാണ് മഹച്ചക്തി എന്ന് വരുന്നത് കേട്ടോ. അടുത്ത നോക്കൂ, 48ാമത്തെ പദം നോക്കൂ, യാദർച്ഛികം. യാദർച്ഛികം, യാദർച്ഛികം എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത് കൃത്യമായിട്ട് പറയൂ. യാദർച്ഛികമായി, യാദർച്ഛിക അവിടെയും അച്ഛൻ ദിശയാണ്. അപ്പൊ ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾ ഓർത്തു, യാദർച്ഛികമായി അച്ഛനെ കണ്ടു എന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ്? യാദർച്ഛികമായി അച്ഛനെ കണ്ടു എന്ന് ഓർത്തു വെച്ചാൽ മതി. കാരണം അവിടെ അച്ഛൻ ദിശയാണ്, യാദർച്ഛികത്തിനകത്ത് വരുന്നത് അച്ഛൻ ദിശയാണ്. റെഡിയാണല്ലോ. അടുത്ത നോക്കൂ, 49ാമത്തെ പദം നോക്കൂ, യൗവനം. യൗവനം എന്ന് നമ്മൾ എങ്ങനെ, യൗവനം, യൗവനം ഇങ്ങനെയാണ് നമ്മൾ എന്ത്, യൗവനം എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. കൃത്യമായി ഓർത്ത് വെച്ചോളൂ. ഇനി നമ്മൾ പറയാറുണ്ട് എന്താണ്, രക്ഷകർത്താവ് അല്ലെ. രക്ഷകർത്താവ് തെറ്റായിട്ടുള്ള പദമാണ്. രക്ഷകർത്താവ് എന്നൊരു വാക്കില്ല, പകരം എന്താണ്, രക്ഷാകർത്താവ്, രക്ഷാകർത്താവ്, രക്ഷാകർത്താവ്. അപ്പൊ രക്ഷകർത്താവല്ല, രക്ഷാകർത്താവ്, കർത്താവ്, രക്ഷാകർത്താവ്. അവിടെ ക്ഷായ്ക്ക് ദീർഘമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ക്ഷായ്ക്ക് ദീർഘമുണ്ട്, ക്ഷായ്ക്ക് ദീർഘമുണ്ട്. രക്ഷാകർത്താവ്. അടുത്ത നോക്കൂ, അസന്നിഗ്ധം. അസന്നിഗ്ധം എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നോക്കൂ, അസന്നിഗ്ധം ഇങ്ങനെയാണ് നമ്മൾ അസന്നിഗ്ധം എന്ന് എഴുതുന്നത്. കൃത്യമായി ഒന്ന് പറഞ്ഞാൽ അത് പഠിക്കും. ഈ വാക്കിന്റെ ഒരു പ്രത്യേകത ഏതാണ്, കൃത്യമായി നമ്മളൊന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് പഠിക്കും. അസന്നിഗ്ധം, അസന്നിഗ്ധം. റെഡിയാണല്ലോ, റെഡിയാണ്. അടുത്ത നോക്കൂ, അടുത്ത 52ാമത്തെ പദം നോക്കൂ. ഒരുപാട് തവണ പ്രീവിയസിൽ വന്ന ചോദ്യം, വാൽമീകി. വാൽമീകി എന്ന് എഴുതുമ്പോൾ ലാ നമ്മൾ ഉച്ചരിക്കുക, വാൽമീകി, മീകി, വാൽമീകി. അപ്പൊ ല ആണ് അവിടെ കേട്ടോ, ഇല്ലല്ല, പകരം എന്താണ്, ഇല്ല് തെറ്റാണ്, ല ആണ്. വാൽമീകി എന്നാണ് ശരിയായിട്ടുള്ള പദം. ശരിയായിട്ടുള്ള പദം ഏതാണ്? വാൽമീകി. സെറ്റാണോ? സെറ്റാണ് അല്ലെ. അതായത് വാൽമീകമുണ്ട്. വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റാണ്, അതിൽ നിന്നാണ് വാൽമീകി എന്ന പേര് വരുന്നത് അല്ലെ. 53ാമത്തെ പദം നമുക്ക് വാൽമീകം തന്നെ പറയാം. വാൽമീകം, വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റാണ്. വാൽമീകം, ചിതൽപുറ്റ്, ചിതൽപുറ്റ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വാൽമീകം, ചിതൽപുറ്റാണ്. വാൽമീകം, ചിതൽപുറ്റ്, അതിൽ നിന്നാണ് വാൽമീകി എന്നർത്ഥം വരുന്നത്. അതിൽ നിന്നാണ്, നോക്കടാ, അതിൽ നിന്നാണ് വാൽമീകം എന്നർത്ഥം വരുന്നത്. റെഡിയാണല്ലോ. അടുത്ത് നോക്കൂ, അടുത്തത് സമ്രാട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോക്കൂ, അടുത്ത ഒരുപാട് തവണ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എന്താണ്, ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ശരത്ചന്ദ്രൻ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ശരത്ചന്ദ്രൻ എന്ന് എഴുതുന്നത്. ഒരുപാട് തവണ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് തവണ ഈ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തവണ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. റെഡിയാണല്ലോ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ശരത്ചന്ദ്രൻ. എന്താണ്? ശരത്ചന്ദ്രൻ. എന്താ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ശരത്ചന്ദ്രൻ എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. റെഡിയല്ലേ? യെസ്. അപ്പൊ ഇതാണ് ശരത്ചന്ദ്രൻ. അടുത്ത വാക്കിലേക്ക് നമുക്ക് കിടക്കാം. 55ാമത്തെ പദം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, 55ാമത്തെ പദം നമുക്ക് പഠിക്കാം. നമ്മൾ ശരത്ചന്ദ്രൻ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അടുത്ത 55ാമത്തെ പദമാണ് മഹച്ചരിതം. മഹച്ചരിതം. അപ്പൊ എങ്ങനെയാണ് മഹച്ചരിതം എന്ന് എഴുതുന്നത്? അപ്പൊ നോക്കൂ, മഹച്ചരിതം എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 55ാമത്തെ പദമാണ് മഹച്ചരിതം. മഹച്ചരിതം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൃത്യമായി ഈ വാക്ക് മഹച്ചരിതം എന്ന വാക്ക് നമ്മൾ എഴുതുന്നത്. റെഡിയല്ലേ? ഭഗവത്ഗീത നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. ഈ അടുത്ത് നോക്കൂ, സമ്പദ് വ്യവസ്ഥ. അപ്പൊ സമ്പദ് വ്യവസ്ഥ എന്ന പദം നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, 56ാമത്തെ പദമാണ്. സമ്പദ് വ്യവസ്ഥ, സമ്പദ് പ്ലസ് വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളൂ, സമ്പദ് വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ. അടുത്ത് നോക്കോളൂ, വ്യാകരണം പഠിച്ചവൻ. വ്യാകരണം പഠിച്ചവൻ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ് വൈയാകരണൻ. വൈയാകരണൻ.
നോക്കോളൂ 57ാമത്തെ പദമായിട്ട് നമുക്ക് പറയാം വൈയാകരണൻ. വൈയാകരണൻ നോക്കൂ, വൈയാകരണൻ. വൈയാകരണൻ. അപ്പൊ വൈയാകരണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകരണം പഠിച്ചവൻ അല്ലെ, ആ അർത്ഥത്തിലാണ് വൈയാകരണൻ എന്ന പദം. വ്യാകരണം ഇതിന്റെ അർത്ഥം ഞാൻ ഇവിടെ എഴുതാവേ. വ്യാകരണം പഠിച്ചവൻ. വ്യാകരണം പഠിച്ചവൻ. വ്യാകരണം പഠിച്ചവനാണ് ആര്? വൈയാകരണൻ. വൈയാകരണൻ. നോക്കൂ, അപ്പൊ ആ പദം ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പഠിച്ചോളൂ. വൈയാകരണൻ എന്ന് പറഞ്ഞാല്, വൈയാകരണൻ എന്ന് പറഞ്ഞാല് എന്താണ്? വ്യാകരണം പഠിച്ചവൻ എന്ന അർത്ഥമാണ് വരുന്നത്. വ്യാകരണം പഠിച്ചവൻ എന്ന അർത്ഥമാണ് വരുന്നത്. എന്ത്? വൈയാകരണൻ. വൈയാകരണൻ. അടുത്ത നോക്കൂ, നമ്മള് വാഗ്ധോരണി. വാഗ്ധോരണി എന്ന പദം എങ്ങനെയാണ് നമ്മൾ വാഗ്ധോരണി എന്ന പദം എഴുതുന്നത്? വാഗ്ധോരണി. ധോരണി. വാഗ്ധോരണി. റെഡിയാണല്ലോ? അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ പദം എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ? റെഡിയല്ലേ? വാഗ്ധോരണി മനസ്സിലായല്ലോ? അടുത്ത 59ാമത്തെ പദം. വാഗ്ധോരണി കഴിഞ്ഞതിന് ശേഷം അടുത്ത 59ാമത്തെ പദം എന്താണ്? വാഗ്ദേവത. വാഗ്ധോരണിയും വാഗ്ദേവതയും ഒരുപോലെ പഠിച്ചോളൂ. വാഗ്ദേവത. ദേവത. ദേവത. വാഗ്ദേവത. അപ്പൊ വാഗ്ധോരണി നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാഗ്ദേവത. വാഗ്ദേവതയും പഠിച്ചു. ഇനി നോക്കൂ, ഇതിന്റെ കൂടെ നമുക്ക് വാഗ്മയം. വാഗ്മയം എന്ന വാക്ക്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താണ്? വാഗ്മയം എന്ന് എഴുതുമ്പോഴ് വാഗ്മയം. 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 ഇതാണ് കൃത്യമായിട്ട്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൃത്യമായിട്ട് വാഗ്മയം എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. റെഡിയാണല്ലോ? വാഗ്മയം. വാഗ്മയം എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. റെഡിയല്ലേ? റെഡിയല്ലേ? യെസ് യെസ് യെസ്. വാഗ്മയം. അപ്പൊ നമ്മള് വാഗ്ധോരണി പഠിച്ചു, വാഗ്ദേവത പഠിച്ചു, വാഗ്മയം പഠിച്ചു. അടുത്ത 61ാമത്തെ പദം ഏതാണ്? ത്വക്ക് രോഗം. ത്വക്ക് രോഗം. ത്വഗ്. നമ്മൾ ത്വക്ക് ാണ് ഇവിടെ പലരും ഇക്കായോ കായോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ത്വക്ക്. പക്ഷെ അല്ല, ത്വക്ക് രോഗം എന്ന് നമ്മൾ എഴുതുമ്പോൾ അവിടെ ത്വഗ്. ത്വഗ് രോഗം. ത്വഗ് രോഗം എന്നാണ് ശരിയായിട്ടുള്ള പദം. ശരിയാണല്ലോ? അപ്പൊ ത്വക്ക് എന്നുള്ളത് തെറ്റാണ്. എന്താണ്? ത്വഗ്. ത്വഗ് രോഗമാണ്. ശരിയായിട്ടുള്ള പദം ഏതാണ്? ത്വഗ് രോഗം. ത്വഗ്. ഗായാണ് അവിടെ വരുന്നത്. ഗായാണ് അവിടെ വരുന്നത്. റെഡിയാണല്ലോ? സെറ്റ് അല്ലേ? ത്വഗ് രോഗം എന്നാണ് നമ്മൾ പറയുന്നത്. റെഡി റെഡി റെഡി. അടുത്ത നോക്കൂ, ത്വങ്മാംസം. അടുത്ത എത്രാമത്തെ പദമാണ്? 62ാമത്തെ പദമായിട്ട് നമ്മൾ പറയുന്നത് ത്വങ്മാംസം എന്ന പദമാണ്. അപ്പൊ ത്വങ്മാംസം എന്ന പദം നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, മാംസം. അതാണ് ത്വങ്മാംസം. റെഡി ആണല്ലോ? കൃത്യമായിട്ട് പഠിച്ചല്ലോ? ത്വങ്മാംസം എന്ന പദം പഠിച്ചു. റെഡി. അടുത്ത് നോക്കൂ, സത്ത് പ്ലസ് വാർത്ത എന്ന പദം. അതായത് നമ്മൾ പിരിക്കുമ്പോൾ നമ്മൾ സദ്യാർത്ഥ എന്ന് പറയും. ഈ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നോക്കൂ, സദ്യാർത്ഥ എന്ന് പറയുന്നത് നോക്കൂ, ആ വാക്കിന്റെ അർത്ഥം നോക്കൂ, സദ്യാർത്ഥ. അപ്പൊ സത്ത് പ്ലസ് വാർത്ത ചേരുമ്പോഴാണ് ചേർന്ന് ദ്യ ആയിട്ട് മാറും. ഇത് നമ്മൾ എവിടെ പഠിക്കും? പദശുദ്ധിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്ത് വരുന്നത്? സദ്യാർത്ഥ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ഏതാണ് വാക്ക്? സദ്യാർത്ഥ. സദ്യാർത്ഥ. സദ്യാർത്ഥ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഗുഡ് ന്യൂസ്. സത്യസന്ധമായിട്ടുള്ള വാർത്ത. ഗുഡ് ന്യൂസ് എന്ന വാർത്ത ഇല്ലേ? ആ വാക്കില്ലേ? ഗുഡ് ന്യൂസ് ഇല്ലേ? ഗുഡ് ന്യൂസ് എന്ന അതിന്റെ മലയാളമാണ് സദ്യാർത്ഥ. സത്യമായിട്ടുള്ള വാർത്ത. സദ്യാർത്ഥ. അങ്ങനെ ചേർത്ത് എഴുതാനുള്ള വാക്കാണ് അവിടെ വരുന്നത്. റെഡിയാണല്ലോ? 64ാമത്തെ പദം നമുക്ക് അടുത്ത് നോക്കാം. ഹൃദ്വികാരം. ഹൃദ്വികാരം. വാക്ക് പഠിച്ചോ? ഹൃദ്വികാരം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വാക്ക് പഠിച്ചു. ഏതാണ്? ഹൃദ്വികാരം എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അടുത്ത നോക്കൂ, 65ാമത്തെ പദം നോക്കൂ, ഷഷ്ടിപൂർത്തി. ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത് 60 വയസ്സ് അല്ലെ? അതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കാണ് ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ അത് എഴുതുന്നത്?
ഷഷ്ടി പൂർത്തി. ഷഷ്ടി പൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വയസ്സ് എന്നർത്ഥമല്ലേ വരുന്നത്? അതെ 60 വയസ്സ് എന്നർത്ഥമാണ് ഷഷ്ടി പൂർത്തി വരുന്നത്. ഇനി നമ്മൾ പറയാറുണ്ട്, അടുത്തൊരു വാക്കാണ് 66ാമത്തെ വാക്കായിട്ട് നമുക്ക് പഠിക്കാം, പിഷ്ടപേഷണം. പിഷ്ടപേഷണം. പിഷ്ടപേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിഷ്ടപേഷണം നടത്തുക എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അല്ലെ, പിഷ്ടപേഷണം നടത്തുന്നു. എന്താ ഈ പിഷ്ടപേഷണം? നോക്കൂ, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പിഷ്ടപേഷണം. 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 അപ്പൊ പിഷ്ടപേക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് അല്ലെ, ആവർത്തിച്ചു പറയുക, റിപ്പീറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുന്നതിനെയാണ് നമ്മൾ പിഷ്ടപേക്ഷണം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ശാർദൂലം. എന്താണ് ശാർദൂലം? 67ാമത്തെ പദമായിട്ട് പറയുന്നതാണ് ശാർദൂലം. അപ്പൊ ശാർദൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? കടുവ എന്ന അർത്ഥമാണ് ശാർദൂലം. കടുവ കേട്ടോ. കടുവയ്ക്ക് നമ്മൾ പറയുന്നതാണ് എന്ത്? ശാർദൂലം. ശാർദൂലം. ശാർദൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? കടുവയാണ്. കടുവയാണ് ശാർദൂലം. ചായാണിത് കേട്ടോ. ശാർദൂലം കടുവ. അടുത്ത നോക്കൂ, പീഡനം. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് പീഡനം. പീഡനത്തിന് ചുറ്റിക്കെട്ടിയുള്ള ഡായല്ല, വെറും ഡായാണ്. പീഡനം. ചുറ്റിക്കെട്ടി ഡാ ഇല്ല, തെറ്റിക്കരുത്. അടുത്ത 69ാമത്തെ പദമായിട്ട് നമുക്ക് ഗുമസ്തൻ. 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 ഇങ്ങനെയാണ് നമ്മള് ഗുമസ്തൻ. ഇവിടെ ഇട്ട് പലരും എഴുതും, തെറ്റാണ്. ഗുമസ്തൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താണ്? ഗുമസ്തൻ എന്ന് എഴുതുമ്പോൾ തായാണ്. കേട്ടോ, തായാണ് എഴുതുന്നത്. ഗുമസ്തൻ. യും തായും കൂടെ ചേർന്ന് ഓർത്ത് വെച്ചോ, ഗുമസ്തൻ. അടുത്തത് ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് എഴുതുന്നത് നമ്മുടെ അടുത്ത് എത്ര? 70ാം പദമായിട്ട് നമുക്ക് പഠിക്കാം. ശുശ്രൂഷ. നോക്കൂ, ശുശ്രൂഷ. ഏത് ഷായ? ഈ ഷായാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ വാക്കിന്റെ അർത്ഥം ശുശ്രൂഷ, പരിപാലനം അല്ലെ, ശുശ്രൂഷ. അടുത്ത് നോക്കൂ, 71ാമത്തെ പദം നമുക്ക് പഠിക്കാം. അപ്പൊ ശുശ്രൂഷ പഠിച്ചല്ലോ, വാക്ക് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കണേ. അടുത്ത് നോക്കൂ, ശൃംഖല. ശൃംഖല ഒരുപാട് തവണ പ്രീവിയസിൽ വന്നിട്ടുള്ളതാണ്. ശൃംഖല ഒരുപാട് തവണ പ്രീവിയസിൽ വന്ന വാക്കാണ് ശൃംഖല. 72ാമത്തെ പദം നമുക്ക് പഠിക്കാം. 72ാമത്തെ പദം സൂക്ഷ്മം. എങ്ങനെയാണ്? സൂക്ഷ്മത എന്നൊരു വാക്ക് തെറ്റാണ്. സൂക്ഷ്മത എന്നൊരു വാക്കില്ല. സൂക്ഷ്മം. 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 അടുത്ത 73ാമത്തെ പദം വലുപ്പം. വലുപ്പമല്ല, വലുപ്പമാണ്. വലുപ്പം. വലുപ്പം. റെഡിയാണല്ലോ. ഇനി അടുത്തത് നോക്കൂ, 74ാമത്തെ പദം ഏതാണ്? 74ാമത്തെ പദമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൗകികം എന്നൊരു പദം തെറ്റാണ്. ലൗകികം എന്താണ്? വെറും ലൗകികമാണ്. എന്താണ്? ലൗകികം. ലൗകികം. ലൗകികം തെറ്റാണ്. ശരിയായിട്ടുള്ള പദം ഏതാണ്? ലൗകികം. ലൗകികം തെറ്റ്. തെറ്റ്. ലൗകികം തെറ്റ്. ലൗകികം. ലൗകികം. ലൗകികം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തെ സംബന്ധിച്ചത്. അതാണ് ലൗകികം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ലൗകികം. 75ാമത്തെ പദം നമുക്ക് പഠിക്കാം. മാതുലാനി. അതായത് മാതുലാനി എന്ന് പറഞ്ഞാൽ നമ്മള് അമ്മായിയാണ് മാതുലാനി എന്ന് പറയുന്നത് കേട്ടോ. മാതുലാനി. മാതുലാനി. മാതുലാനി എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മായിയാണ്. അമ്മായിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാതുലാനി എന്ന് പറയുന്നത്. മാതുലാനി ആരാണ്? അമ്മായിയാണ്. 76ാമത്തെ പദം അടുത്തത് നോക്കാം നമുക്ക്. ഭാഗിനേയി. ഭാഗിനേയി. ഭാഗിനേയി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ അനന്തരവൾ. 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 അനന്തരവൾ ആണ് ആരെന്ന് പറയുന്നത്? ഭാഗിനേയി. ഇപ്പൊ പഠിച്ചോ? ഭാഗിനേയി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഭാഗിനേയി. എന്താണ്? മാതുലാനി. മാതുലാനി നമ്മൾ പഠിച്ചു. ഭാഗിനേയി നമ്മൾ പഠിച്ചു. മാതുലാനി. മാതുലാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ട്. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, അമ്മായി എന്ന അർത്ഥത്തിലാണ് മാതുലാനി എന്ന വാക്ക്. മാതുലാനി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, അമ്മായി ആണ്.
ഭാഗിനേയി. ഭാഗിനേയി എന്ന് പറഞ്ഞാൽ അനന്തരവൾ, അതായത് സഹോദരി പുത്രി. അനന്തരവൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരി പുത്രിയാണ്. സഹോദരി പുത്രിയാണ്. സഹോദരി പുത്രി. സഹോദരി പുത്രി. അപ്പൊ സഹോദരി പുത്രിയാണ് നമ്മൾ അനന്തരവൾ, അല്ലെങ്കിൽ എന്താണ്? ഭാഗിനേയി. ഭാഗിനേയി. അപ്പൊ രണ്ടും വാക്കും പഠിച്ചല്ലോ. അതായത് മാതുലാനി പഠിച്ചു, അമ്മായി. ഭാഗിനേയി പഠിച്ചു, ഭാഗിനേയി പഠിച്ചു. ആരാണ്? അനന്തരവൾ അല്ലെങ്കിൽ സഹോദരി പുത്രി. അപ്പൊ നമ്മൾ പദശുദ്ധിയിലെ എല്ലാ ടോപ്പിക്, അതായത് എല്ലാ വാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 6 പാർട്ടാണ് ഇതിനു വേണ്ടി എടുത്തത്. അപ്പൊ ഈ 6 പാർട്ടും കണ്ടവര് പദശുദ്ധിയിൽ ഏതൊരു ചോദ്യവും ചെയ്യും, ഒരു സംശയവും ഇല്ല. അപ്പൊ പദശുദ്ധി നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പദശുദ്ധിയിലെ ഫുൾ വാക്കുകൾ കൂടെ ചേർത്ത് ഒരു വൺ ഷോട്ട് കൂടി നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് പദശുദ്ധിയിലെ എല്ലാ വാക്കുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത്രയും വാക്കുകൾ സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.